ഹായ് ഗായ്സ്, തില്ലൂട്ടിയുടെ ഒന്നാം പിറന്നാളിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് രാവിലെ തന്നെ അമ്പലത്തിൽ പോകണമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇല്ലൂട്ടിനെ രാവിലെ വിളിച്ചെണീപ്പിച്ച് ആൾ ലേശം ഉടക്കായിരുന്നു രാവിലെ തന്നെ. അങ്ങനെ മടിയൊക്കെ പിടിച്ച് കരഞ്ഞുകൊണ്ട് അവൾ എണീറ്റ് വന്നു. അങ്ങനെ അവളെ കുളിപ്പിക്കുകയൊക്കെ ചെയ്ത് നമുക്ക് ഡ്രസ്സ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ തന്നെ ആയതുകൊണ്ട് ഇല്ലൂട്ടിക്ക് നല്ല മടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഡ്രസ്സെല്ലാം പിടിച്ചിടിപ്പിച്ചു. അത്യാവശ്യമൊക്കെ ഒന്ന് ഒരുക്കിയിട്ട് അവളെ സെറ്റാക്കി എടുത്തേ. ആദ്യത്തെ പിറന്നാളായതുകൊണ്ട് തന്നെ ഞാനും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഉണ്ടായത്. അപ്പോൾ ഏട്ടൻ്റെ വീട്ടിൽ അതിപ്പോൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഏട്ടൻ്റെ അച്ഛനും അമ്മയും ഞാനും കൂടിയിട്ട് അമ്പലത്തിൽ പോകുന്ന കുഞ്ഞിനും കൊണ്ട്. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവാമെന്നാണ് പ്ലാൻ ആക്കിയത്. അപ്പോൾ നമുക്ക് അമ്പലത്തിലോട്ട് പോയിട്ട് വരാം. അപ്പോൾ ഇല്ലൂട്ടിയുടെ ഒന്നാം പിറന്നാളിനും അവളുടെ അച്ഛൻ കൂടെ ഇല്ല. അപ്പോൾ ലീവ് കഴിഞ്ഞിട്ട് ഏട്ടൻ പോയതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ആഘോഷിക്കാനൊക്കെ വെച്ചു. പിന്നെ രാവിലെ മുതലേ ഉള്ള കുറേ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടൊക്കെ ഉണ്ടായിന്. നമുക്ക് പിന്നെ ഇരുന്ന് കാണാമല്ലോ, വലുതാകുമ്പോൾ അവൾക്കൊരു കാണാൻ പറ്റുമല്ലോ എൻ്റെ ഒന്നാം പിറന്നാൾ ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ എത്തി. അപ്പോൾ കുളത്തിൽ പോയി കാലൊക്കെ കഴുകണമായിരുന്നു. അങ്ങനെ ഇല്ലൂട്ടിയുടെ കാലം ഞങ്ങളൊക്കെ കഴുകിച്ചു. അമ്പലത്തിലൊക്കെ കയറി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് കുറേ ഉണ്ട് കേട്ടോ അവിടെയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. കിനാവായി തോന്നിയോ നിലാവിൻ കൂട്ടിലെ ദിനങ്ങൾ പാതിരാവുകൾ മായുമ്പോൾ. ഇപ്പം അമ്പലത്തിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ വഴിപാടൊക്കെ കഴിച്ച് തിരിച്ചു പോവാണ്. അങ്ങനെയെന്ന് വെച്ചാൽ നല്ല കാലാവസ്ഥയായിരുന്നു കേട്ടോ, മഴയൊന്നും ഉണ്ടായിട്ടില്ല. രാവിലെ മുതലേ നല്ലൊരു കാലാവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ വീട്ടിലെത്തി. ഇവിടെ ചെറുതായിട്ടൊന്ന് നമ്മൾ ആ കഴിയുന്ന വിധം നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അളിയനും അമ്മയും കൂടെ കേക്കൊക്കെ കൊണ്ടുവച്ച് ചേച്ചിയും കുഞ്ഞു ഭാവിയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇല്ലൂട്ടിയുടെ ബർത്ത്ഡേ കേക്ക് കഴിക്കുകയാണ്. കൺപീലി നനയല്ലേ എന്നാളും അരികെ ഞാൻ കാവലാ. എന്നോമൽ നിധിയല്ലേ കൺപീലി നനയല്ലേ എന്നാളും അരികെ ഞാൻ. അപ്പോൾ കേക്കൊക്കെ നമ്മൾ ചെറുതായിട്ട് കട്ടൊക്കെ ചെയ്ത് അങ്ങനെ കേക്കിൻ്റെ മുമ്പിൽ ഇല്ലൂട്ടിനെ ഇരുത്തുകയാണ്. അവൾ കേക്കൊക്കെ വാരി ചാളാക്കി കൊളാക്കുമെന്നൊക്കെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ അവൾക്ക് കേക്ക് നശിപ്പിക്കാൻ ഭയങ്കര മടിയായിരുന്നു. അതിൻ്റെ ഇടയിൽ കുഞ്ഞൂട്ടൻ വന്ന് നൈസായിട്ടൊന്ന് വാരി. ഇങ്ങനെയായാലും നമ്മൾ ഇല്ലൂട്ടി കേക്ക് വാരുന്നേ ഉണ്ടായിട്ടില്ല കേട്ടോ. നമ്മൾ കുറേ ശ്രമിച്ച് അവളെ കൊണ്ട് അതൊക്കെ ഒന്ന് വാരിപ്പിക്കാൻ. അവൾ വെറുതെ അത് വെച്ച് കളിക്കുക, അതിൻ്റെ ഇടയിലത്തെ ബട്ടർഫ്ലൈനെ എടുക്കുക, അങ്ങനത്തെ പരിപാടിക്കൊക്കെയാണ് പോയിരുന്നത്. കുറേ നോക്കി, പക്ഷെ അവൾ അങ്ങനെ നശിപ്പിക്കാൻ നിന്നില്ല കേക്ക്. പ്രതീക്ഷിച്ചത്ര വാരി കൊളാക്കിയില്ലെങ്കിലും കുറച്ചൊക്കെ അവളെ കൊണ്ട് നമ്മളെ കൈയിടിപ്പിച്ച്. അത് കഴിഞ്ഞ് നമ്മൾ അല്ലൂട്ടൻ വന്ന് ഇല്ലൂട്ടിക്ക് ഗിഫ്റ്റൊക്കെ കൊടുത്തു. അല്ലൂട്ടെന്ന് ഉദ്ദേശിച്ചത് നമ്മൾ കുഞ്ഞൂട്ടനെ തന്നെയാണ് കേട്ടോ. അല്ലൂട്ടെന്നും കുഞ്ഞൂട്ടെന്നൊക്കെ അവനെ വിളിക്കാറുണ്ട്. കേദാർ എന്നാണ് അവൻ്റെ പേര്. അവർ തമ്മിൽ 4 മാസത്തെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ അല്ലൂട്ടൻ്റെ ബർത്ത്ഡേ ആയിട്ടാണ് വരാൻ പോകുന്നത്. അപ്പോൾ അവൻ കൊടുത്ത ഗിഫ്റ്റ് അവൻ തന്നെ പൊളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് അച്ഛൻ ബിരിയാണിയൊക്കെ കൊണ്ടുവന്ന് നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ച് അവിടുത്തെ പരിപാടിയൊക്കെ തീർത്തു. അത് കഴിഞ്ഞിട്ട് എനിക്ക് വീട്ടിലോട്ട് പോകണം. അമ്മയും നാത്തൂനൊക്കെ വന്ന് കൂട്ടാൻ വന്നിട്ടുണ്ട്. അപ്പോൾ വീട്ടിലത്തെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ.
അങ്ങനെ ഏട്ടൻ്റെ വീട്ടിലെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവാന്ന് അമ്മയും നാത്തൂനും എന്നെ കൂട്ടാൻ വന്ന് പോകുന്ന വഴിക്ക് തന്നെ കേട്ടോ മുത്തപ്പൻ്റെ അമ്പലം. അപ്പോൾ ആടിയും കയറി നേർച്ചയിട്ടു. പിന്നെ എനിക്ക് സ്കൂളിലും കൂടെ ഒന്ന് പോകണമായിരുന്നു. ഞാൻ കുഞ്ഞുമോളുടെ ആദ്യത്തെ പിറന്നാളായതുകൊണ്ട് തന്നെ കുറച്ച് പഠനോപകരണങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിന്. അപ്പോൾ അതൊക്കെ അവിടെ കൊടുത്തു. ഏതെങ്കിലും ഒരു കുഞ്ഞിക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതി. പിന്നെ വീട്ടിൽ വന്നിട്ട് കുറച്ച് ബലൂണിൻ്റെ പരിപാടിയെല്ലാം നോക്കി. പിള്ളേരെല്ലാം വന്നിട്ടുണ്ടായിന്. അപ്പം അതെല്ലാം ചെയ്തിട്ട് വൈകുന്നേരം ഞാൻ ചായവത്തുള്ള അമ്പലത്തിൽ പോയി. നിധിയല്ലേ കൺപീലി നനയല്ലേ എന്നാളും അരികെ എൻ്റെ ഫാമിലീസും പിന്നെ എൻ്റെ ഫ്രണ്ട്സും പിന്നെ വീടിനടുത്തുള്ള കുറച്ച് പിള്ളേരെയായിരുന്നു ബർത്ത്ഡേക്ക് ഞാൻ വിളിച്ചിട്ടുണ്ടായത്. ഇതിൻ്റെ ഒന്നും ആവശ്യമൊന്നും ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയുന്നവരുണ്ടാകും. അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല. എല്ലാവരും ഒരേ മൈൻഡിൽ കൂടി ചിന്തിക്കുന്നവരായിരിക്കൂലല്ലോ. എന്നോമൽ നിധിയല്ലേ കൺപീലി നനയല്ലേ എന്നാളും അരികെ ഞാൻ കാവലായി. ഏട്ടനില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് നല്ലോണം ഉണ്ടായിന്. അതെല്ലാ പ്രവാസികളെ ഭാര്യമാർക്കും അറിയായിരിക്കും. എല്ലാവരും നമ്മൾ തനിച്ചാവുക, നമുക്കൊരു സപ്പോർട്ട് ഇല്ലാണ്ട് പോവുക, എന്താ പറയുക, ചിലപ്പോൾ എല്ലാ കുറ്റവും നമ്മുടെ മേലിൽ തന്നെ വന്ന് വീഴാനും മതി. എന്തായാലും എൻ്റെ മോൾ ഹാപ്പിയാണ് കേട്ടോ. പറയുന്നവരെന്തും പറഞ്ഞോട്ടെ, കൂടെ നിൽക്കുന്നവർ കൂടെ നിൽക്കട്ടെ. നമുക്കൊരിക്കലും ബാക്കിയുള്ളവരുടെ സൗകര്യത്തിനൊത്ത് ജീവിക്കാൻ വേണ്ടി പറ്റത്തില്ല. നമുക്ക് നമ്മുടെ കാര്യങ്ങളുണ്ട്, നമ്മുടെ പ്രശ്നങ്ങളുണ്ട്, അതിൻ്റെ അടുക്ക് നമ്മുടെ ഇതുപോലത്തെ കുഞ്ഞു സന്തോഷങ്ങളുണ്ട്. എന്തായാലും എൻ്റെ മോളെ സ്നേഹിക്കുന്ന, അവർക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.